എല്ലാവർക്കും ലണ്ടൻ വിശേഷങ്ങളായി സിബിച്ചനിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ചാനലിൽ ഉണ്ടാവുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എല്ലാവർക്കും ലണ്ടൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഈ പുറകെ കാണുന്ന വീടുകളുണ്ടോ? ആ വീടിന്റെ അകത്ത് ആ വീടുകളിൽ ഒരെണ്ണം നമ്മുടെ കൂട്ടുകാരൻ കരസ്ഥാക്കിട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 1.25 ലക്ഷം രൂപ വീതം മാസം വാടക കൊടുക്കുന്നുണ്ട് ഇവിടെ. ഈ 1.25 ലക്ഷം രൂപ വീതം ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ 15 ലക്ഷം രൂപ വാടക മാത്രമായിട്ട് നമ്മൾ കൊടുത്ത് നശിപ്പിച്ച് കളയാട്ടോ പൈസ. ആ പൈസ നമ്മൾ 10 കൊല്ലം കൊണ്ട് സേവ് ചെയ്യുകയാണെങ്കിൽ 1.5 കോടി രൂപയായി. ഈ 1.5 കോടി രൂപ നമുക്ക് എങ്ങനെ സമ്പാദ്യമാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വീടുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ലൈൻ കെട്ടിടമായിട്ട് നമ്മുടെ നാട്ടിൽ പണിതിട്ടേക്കണ പോലെയാണ് ഇവിടുത്തെ വീടുകളെല്ലാം. അത് മുന്നേ നമ്മൾ വീടുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തേക്കണതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2.5 കോടി രൂപ ഇന്ത്യൻ മണിയാണെങ്കിൽ. ഇവിടുത്തെ ആണെങ്കിൽ 2,50,000 പൗണ്ട്. അപ്പോൾ ആ 2,50,000 പൗണ്ട് കൊടുത്തിട്ടൊന്നും അല്ലാട്ടോ പുള്ളിക്കാരൻ മേടിച്ചത്. മോർഗേജ് എന്ന് പറയും, ലോണ് ഹൗസിംഗ് ലോൺ എടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം വീട് മേടിച്ചത് കേട്ടോ. 2.5 ലക്ഷം പൗണ്ടിന്റെ 10% പൈസയാണ് ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് പുള്ളിക്കാരൻ കൊടുത്ത് 25,000 പൗണ്ട്. അപ്പോൾ ഈ 25,000 പൗണ്ട് എങ്ങനെയാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കിയത് ഈ ഒരു കൊല്ലത്തിനുള്ളിൽ എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻഫോർമേറ്റീവായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ എത്തിയതിനു ശേഷം 2 വർഷത്തിനുള്ളിൽ ഒരു വീട് കരസ്ഥമാക്കാനൊക്കെ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. ഒരു കാലത്ത് നമ്മളൊക്കെ പറയുമായിരുന്നു, നമ്മളൊക്കെ അല്ല പറയണത്, പണ്ടുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നവരാണ്, സൂര്യന് അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു വീട് മേടിക്കാൻ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല. അത് ഒരു കൊല്ലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും പലർക്കും. അപ്പൊ അങ്ങനെ ഒരു കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപായം അല്ലെങ്കിൽ ഒരു മാർഗം ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത് കേട്ടോ. ഒരു കൊല്ലം കൊണ്ട് നമ്മൾ 25,000 പൗണ്ട് ഇവിടെ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള ഒരു മാർഗമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകാമെന്ന് കരുതുക. ഒരാൾക്ക് ഒരു 2,200 രൂപയും ഒരാൾക്ക് ഒരു 1,800 രൂപയും ശമ്പളം കിട്ടുന്ന ഒരു ഫാമിലി, രണ്ടുപേരും ഫുൾ ടൈം ജോലിക്കാർ ആണെങ്കിൽ നമുക്കൊരു 4,000 രൂപ മാസം കിട്ടും. ഈ 4,000 രൂപയിൽ 2,000 രൂപ നമ്മുടെ ബില്ലുകളും കാര്യങ്ങൾക്കൊക്കെ ചിലവാട്ടോ, റെന്റും. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ജോലിക്ക് പോകുന്നു. അവരൊരു 2,000 രൂപ വീതം മാസം സേവ് ചെയ്യുന്നു. ഒറ്റ കൊല്ലം കൊണ്ട് 24,000 പൗണ്ട് സമ്പാദിക്കുന്നു. ഈ 24,000 പൗണ്ട് നമ്മൾ രണ്ടുപേരുടെയും പേരിൽ 1,000 പൗണ്ട് വീതമാണ് മാസം തോറും നിക്ഷേപിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സേവ് ചെയ്തൊരു 24,000 പൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ 10% ആയിട്ടുള്ള എമൗണ്ട് ഒറ്റ കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ പേയ്മെൻ്റ് ആയിട്ടുള്ള 10% ആയിട്ടുള്ള എമൗണ്ട് 25,000 പൗണ്ട് വേണം. അപ്പോൾ ആ 24,000 പൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 പേരുടെ അക്കൗണ്ടിൽ നമ്മൾ 1,000 വീതം ഇട്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ക്രെഡിറ്റ് സ്കോർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വീട് വാങ്ങാനും അതുപോലെ തന്നെ എന്താവശ്യത്തിനും ക്രെഡിറ്റ് സ്കോർ, നാട്ടിലും സിബിൽ സ്കോർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ ക്രെഡിറ്റ് സ്കോർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ 1.5 കോടി രൂപ നമുക്കൊരു 10 കൊല്ലം കൊണ്ട് സമ്പാദ്യമാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ചിലരൊക്കെ പറയും, എന്താ പറയണ, വീട് മേടിക്കുന്നത് പണ്ടത്തരാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഈ മേടിക്കുന്ന പൈസ ഉണ്ടല്ലോ, നമ്മൾ ഈ വാടക കൊടുക്കുന്ന എമൗണ്ട് നമ്മളത് സമ്പാദ്യമാക്കി മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള, എന്തെങ്കിലും ഒരു കാലത്ത് തിരിച്ചു പോകാനുള്ള പ്ലാൻ ഉള്ളവരാണെങ്കിൽ ആ വീടങ്ങ് വിറ്റേക്കണം. വിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്ര വലിയ കാര്യമൊന്നുമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. മേടിക്കണ പോലെ തന്നെ നമുക്ക് വിൽക്കാനും പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വീട് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ എമൗണ്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കടെ ഈ പറഞ്ഞ 10% പറ്റുന്ന ഒരു വീട് ഇവിടുത്തെ സൈറ്റുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി, നമ്മുടെ നാട്ടിൽ OLX ഉള്ള പോലെ തന്നെ ഇവിടെ ഒത്തിരി സൈറ്റുകളുണ്ട്. അങ്ങനെയുള്ള ഒരു സൈറ്റുകളിൽ പോയി നോക്കി നമുക്ക് ഏതെങ്കിലും ഒരു വീട് പോയി കണ്ടിഷ്ടപ്പെട്ട് അതിൻ്റെ മോർഗേജ് അഡ്വൈസർ ആയിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഒരു മോർഗേജ് ഡീലറായിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. നമുക്ക് ഒരു
ഒരു 30 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണെങ്കിൽ നമ്മളൊരു 10 മുതൽ 15 വർഷം വരെ യൂറോപ്പിൽ നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു വീട് മേടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും യുക്തമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും കേട്ടോ. പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. യാതൊരു കാരണവശാലും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. ഒരു വീട് മേടിച്ച് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. 1.5 ലക്ഷം രൂപ വീതം നമ്മൾ വാടക ഇനത്തിൽ നൽകുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസ നമുക്കൊരു സമ്പാദ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പോയിന്റ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കഠിന പ്രയത്നം ചെയ്യുക, ഒരൊറ്റ കൊല്ലം ഹാർഡ് വർക്ക് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള സാലറി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ പറയണത്. ഫുൾ ടൈം ജോലിക്ക് പോകാൻ അവസരമുള്ളവർക്ക് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം പറ്റുള്ളൂ. അല്ലാതെ എന്നാ പറയണേ, കുട്ടികളെ നോക്കിയിരിക്കണം എന്നെ പോലെയുള്ളവർക്കൊന്നും സാധിക്കില്ല. എല്ലാ ബാങ്കുകളും നമുക്ക് ക്രെഡിറ്റ് സ്കോർ നോക്കിയിട്ടാണ് ലോൺ തരുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ലോൺ തരുന്ന ബാങ്കുകൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഏജ്. ഒരു 25 കൊല്ലം, നമ്മുടെ നാട്ടിലായാലും 25 കൊല്ലത്തേക്കൊക്കെ അല്ലേ നമ്മൾ ലോൺ എടുക്കണേ. ആ 25 കൊല്ലത്തേക്കുള്ള ഒരു കാലാവധി വെച്ചിട്ടായിരിക്കും നമുക്ക് ലോൺ കിട്ടുക കേട്ടോ. ഒരു 30 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള ഒരു ഫാമിലി ആയിട്ട് രണ്ടുപേരും കൂടി ഇവിടേക്ക് വന്നു. ഇപ്പോൾ 2 വർഷം പോലും ആയിട്ടില്ല വന്നിട്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഒരു വീട് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വീട് കരസ്ഥമാക്കിയത് നമ്മുടെ കൂട്ടുകാരൻ കോതമംഗലംകാരനാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ വീടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അവർ കഴിഞ്ഞ 1 വർഷമായിട്ട് അവർ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 2 കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരെ നാട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് അച്ഛനും അമ്മയും അവരുടെ കൊച്ചിൻ്റെ കാര്യം 1 കൊല്ലത്തേക്ക് നോക്കി. ഇവര് ഭാര്യയും ഭർത്താവും ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഫുൾ ടൈം ജോലിക്ക് പോകുന്നു, ഭർത്താവ് ഫുൾ ടൈം ജോലിക്ക് പോകുന്നു. രണ്ടുപേരും 2 ജോലി വെച്ചിട്ട് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പണിയാന്നൊക്കെ പറയില്ല, അങ്ങനെ കഷ്ടപ്പെട്ട് പണിയും ചെയ്തു. അങ്ങനെ അവര് ഇനീഷ്യൽ എമൗണ്ട് കൊടുത്തു. ബാങ്കിൽ അവരുടെ നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കിയെടുത്തായിരുന്നു ആ ഒരു കാലഘട്ടം കൊണ്ടിട്ടോ. ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഓരോരോ ക്രെഡിറ്റ് പർച്ചേസിങ്ങുകൾ നടത്തുക, ക്രെഡിറ്റ് കാർഡ് വാങ്ങുക, അതുപോലെ തന്നെ ഒരു 20 to 30% ക്രെഡിറ്റ് കാർഡിൻ്റെ അകത്തുള്ള പേയ്മെൻറ്റുകൾ കൃത്യമായിട്ട് നടത്തുക. നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ലോയിഡ് ബാങ്കിൽ നിന്നാണ് പുള്ളിക്ക് ലോൺ കിട്ടിയത്. അപ്പോൾ ലോയിഡ് ബാങ്കിൽ നിന്ന് പുള്ളിക്കാരന് ലോൺ കിട്ടി. 2.5 ലക്ഷം പൗണ്ടിൻ്റെ വീടാണ് മേടിച്ചത്. 10% പൈസ അവർ കൊടുത്തു. അതുപോലെ തന്നെ അവർക്ക് പുതിയ ലോണും കിട്ടി, വീടിൻ്റെ താക്കോലും കിട്ടി. വളരെ സന്തോഷമായിട്ട് ഇനിയിപ്പോൾ അവരുടെ ഫാമിലി കൊച്ചുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്തു കേട്ടോ. നാട്ടിൽ പോയി അവർ ഈ വീടിൻ്റെ എമൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അവർ നാട്ടിൽ പോയി തിരിച്ച് കൊച്ചുങ്ങളെ കൊണ്ടുവന്നു. 2 മക്കളെ ഇവിടെ കൊണ്ടുവന്നു, സ്കൂളും ചേർത്ത് സന്തോഷമായിട്ട് അവരൊരു UK ലൈഫ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അവർക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീടിൻ്റെ അകത്തുനിന്ന് മാസം തോറും നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ വാടകയും കിട്ടും. അതൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമല്ല. നാട്ടിൽ നമ്മളിപ്പോൾ ഒരു 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 30 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിത് കഴിഞ്ഞാൽ നമുക്ക് വാടകയായിട്ട് കിട്ടുന്നത് വെറും 5000 രൂപ അല്ലെങ്കിൽ 7000 രൂപ ആയിരിക്കും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10000 രൂപ കിട്ടുമായിരിക്കും. അതിൽ കൂടുതലൊന്നും വാടക കിട്ടില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ചിട്ടാണ്. നിങ്ങളപ്പോൾ ഇവിടെ എന്നാ പറയണേ, ഈ രാജ്യത്ത് വന്ന് സെറ്റിൽ ആവാനുള്ള പ്ലാനാണെങ്കിൽ നിങ്ങളൊരു വീട് മേടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു തീരുമാനം. അത് ഒരു നേഴ്സ് ഫാമിലിയൊക്കെയാണ് ഇവിടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ, അത് ചെറുപ്പക്കാരായിട്ടുള്ളൊരു ഫാമിലിയാണ്, നിങ്ങൾ UK സെറ്റിൽമെൻ്റ് ആയിട്ട് ജീവിച്ച് നമുക്കൊരു ILR ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ജീവിക്കണ ഒരു ഫാമിലി ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു വീട് മേടിക്കണം. അത് എന്നാ പറയണേ, ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ആവാം വീട് മേടിക്കാൻ, എൻ്റെ പൈസ ഇല്ല അങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനമൊന്നുമില്ല. 1 കൊല്ലം കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് മേടിക്കാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾ ഇവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയി എന്ന് കരുതുക, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വീട് എൻ്റെ വാടക നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടും കേട്ടോ. അപ്പം ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മളിവിടെ വേണം, നമ്മളൊരു ബ്രോക്കറെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീട് നശിപ്പിച്ച് കളയുമോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. എല്ലാത്തിനും ഇവിടെ ഏജൻസികളുണ്ട്. ഏജൻസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം നല്ല ഉത്തരവാദിത്വത്തോടുകൂടി അവർ ആ കാര്യങ്ങൾ നോക്കി നടത്തിക്കോളും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ നാട്ടിൽ നമ്മളൊരു വീട് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6 സ്റ്റേജായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ തിരിക്കാം കേട്ടോ. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് നമ്മുടെ ബഡ്ജറ്റിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങനെ നമുക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റിലുള്ള ഒരു വീട് കണ്ടുപിടിച്ചു. ആ വീട് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ഓഫർ നമ്മൾ അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഓഫർ അവർ എഗ്രി ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് അതാണ്. നമ്മൾ ഓഫർ അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്ര രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. നാട്ടിൽ നമ്മൾ ബാർഗെയിൻ ചെയ്തൊക്കെ സാധനങ്ങൾ മേടിക്കണ്ടല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്ര ഒരു എമൗണ്ടിൽ നമ്മൾ പൗണ്ട് പറഞ്ഞു.
ആ പൗണ്ട് ഓക്കെ ആണെങ്കിൽ നമ്മളൊരു മോർഗേജ് അഡ്വൈസറുടെ അടുത്ത് നമ്മൾ പോവാണ്. സോളിസിറ്റർ എന്ന് പറയും ഇവിടെ. അപ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുന്നു. അതിന് ശേഷം ഇതെല്ലാം എന്നാ പറയുക ഓൺലൈനിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മോർഗേജ് അഡ്വൈസറായിട്ട് ജോലി നോക്കുന്ന മലയാളികൾ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ സെറ്റാക്കി ആ ഒരു മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാണ് ഫൈനലൈസ് ചെയ്യാണ്. നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓഫർ ഫൈനലൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റാണ്. പിന്നെ ഉള്ള എക്സ്ചേഞ്ച് ഓഫ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ ഒരു സ്റ്റേജ്. ഈ എക്സ്ചേഞ്ച് ഓഫ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോണ് മോർഗേജ് എല്ലാം റെഡി ആയതിനു ശേഷമാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ബാങ്കുകാർ അതിൻ്റെ ഇടയിൽ നമുക്ക് ലോൺ സാങ്ഷൻ ആക്കി തരുകയും ചെയ്യണം. ലോൺ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ലോൺ ആപ്ലിക്കേഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ അവർ ഡോക്യുമെന്റുകളെല്ലാം ചെക്ക് ചെയ്യുന്നു. ഈ ഡോക്യുമെന്റുകളെല്ലാം റെഡിയാക്കി കൊടുക്കേണ്ടത് വീട്ടുടമസ്ഥന്റെ ഉത്തരവാദിത്തം കേട്ടോ. അപ്പോൾ അവര് നമ്മുടെ നാട്ടിൽ നമ്മൾ ലോൺ എടുക്കുന്ന പോലെ തന്നെ ഇവിടെ ഒരു വീട് മേടിക്കാനും വിൽക്കാനും എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലൂടെയാണ് പോവുള്ളൂ. ഓടിച്ചെന്ന് നാളെ രാവിലെ ഒന്നും നമുക്ക് വീട് മേടിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ഇനീഷ്യൽ പേയ്മെന്റ് എന്നാകുന്നോ അന്ന് നമ്മളത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ആ ബാങ്കുകാരുടെ അടുത്ത് നമ്മൾ ലോൺ ആപ്ലിക്കേഷൻ ചെയ്യണത്. അപ്പോൾ അവരോട് നമ്മൾ പറയണത് എൻ്റെ കയ്യിൽ 10% ആയിട്ടുള്ള ഇത്ര പൗണ്ട് ഉണ്ട്, ഇത്രയായിരം പൗണ്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാനൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ ലോൺ തരുമോ? അപ്പോൾ ഈ ലോൺ തരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം എനിക്കൊരു 35,000 പൗണ്ട് ശമ്പളമുള്ള ഒരു വ്യക്തിയാണെന്ന് കരുതുക. ഇപ്പോൾ ഇവിടുത്തെ ഒരു ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് 5 നേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 34,000 റേഞ്ചൊക്കെയാണ് ഇവിടുത്തെ വാർഷിക ശമ്പളം വരുന്നത്. അത് ടാക്സിബിളായിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട്, ആ ഒരു എമൗണ്ടിൻ്റെ അകത്ത് നമുക്ക് എത്ര ഇരട്ടി ലോൺ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ലോൺ എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഫുള്ളായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഭാര്യയ്ക്കും ഭർത്താവിനും നല്ല ക്രെഡിറ്റ് സ്കോറും നല്ലൊരു വരുമാനവും മാനേജ് ചെയ്യണം എന്ന് പറയുന്നത്. ഈ രണ്ട് പേർക്കിടയും കൂടിയിട്ട് ഏകദേശം ഒരു 50,000 പൗണ്ട് രണ്ടു പേർക്കും കൂടിയിട്ട് നമുക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ 50ന്റെ ഒരു 4% മുതൽ 5 ഇരട്ടി, 4 ഇരട്ടി മുതൽ 5 ഇരട്ടി വരെ നമുക്ക് ഇത് കിട്ടും കേട്ടോ, ലോൺ എമൗണ്ട് കിട്ടും. എല്ലാ ബാങ്കുകളും അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 50,000 പൗണ്ട് വാർഷികമായിട്ട് ശമ്പളം നമുക്ക് കിട്ടുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ഏകദേശം നമുക്ക് 2,50,000 പൗണ്ടിന്റെ ഒരു വീട് നമുക്ക് കൂളായിട്ട് ഒരു വർഷത്തിനുള്ളിൽ കരസ്ഥമാക്കാൻ പറ്റും. ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മളൊരു ലക്ഷ്യം വെക്കുക, അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ സ്വന്തം വീട് മേടിച്ചിരിക്കുമെന്ന്. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, പോട്ട് ഉണ്ടാക്കുക, പോട്ടിൽ ഫില്ല് ചെയ്യുക പൈസ, കൃത്യമായിട്ട് ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് ഡ്യൂട്ടികൾ, ഓവർ ടൈം ഡ്യൂട്ടികൾ ചെയ്യാവുന്നത് മാക്സിമം ചെയ്ത് നമ്മൾ പൈസ സ്വരൂപിക്കുക. ഇനി ഇതൊന്നുമല്ല, നാട്ടിൽ നിന്ന് കുറച്ച് പൈസ ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലീസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേടാനാവാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. അപ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു ഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കിടയും ഇപ്പോൾ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന എല്ലാവർക്കും താല്പര്യമുള്ള അല്ലെങ്കിൽ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് വാങ്ങുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു വർഷം കൊണ്ട് തന്നെ വീട് മേടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലണ്ടൻ വിശേഷങ്ങളിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.